ഞങ്ങൾ നടത്തുന്ന നേർച്ച നടക്കുന്ന കാര്യങ്ങൾ ഒന്നാമത് നടക്കുന്നത് മൗലിദാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആദ്യം മനസ്സിലാക്കണം. ഇങ്ങളല്ല വിശദീകരണമല്ല വേണ്ടിയ. ഞങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ഞങ്ങൾ പറയും ഞങ്ങൾ എന്താ നടത്തണമെന്ന് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മൊല്ലക്കുട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നേർച്ചയിൽ നമ്മൾ നടത്തുന്നത് ഒന്നാമതായി നടത്തുന്ന മൗലൂദാണ്. ആ മൗലൂദ് എന്താണ് എന്ന് ഞങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ നടത്തുന്ന മൗലൂദ് എന്താണ് എന്ന് ഞങ്ങളാണ് പറയേണ്ടത്, നിങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയിക്കോട്ടെ, സമ്മതിച്ചു. നിങ്ങൾ ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുക. എന്തേ, നമ്മൾ അലവി സക്കാഫി പറയട്ടെ. ഓക്കെ, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു. ആരും മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു. ആരും അതിന് സംശയിക്കണ്ട. ഇതിപ്പോ എന്താ നമ്മൾ കേട്ടത്? മുജാഹിദല്ല, ഇവന്റെ ഉസ്താദ് അലവി സക്കാഫി വല്ലപ്പുഴ സംവാദത്തിൽ മൗലൂദ് സംബന്ധമായ ഒരു സംവാദം നടന്നപ്പോൾ അതിൽ കുടുങ്ങിയപ്പോൾ പറഞ്ഞ വർത്തമാനാണിത്. ജനങ്ങളെ, മൗലൂദിന്റെ ഏടുകളിൽ കാണുന്നത് മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുതേ ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ്, ഇപ്പം വീണ്ടും ഇതൊന്നും കൂടി പറയുന്നു. ഇതന്നെ പറഞ്ഞ് അടുത്തതായി നമ്മളെ ഉസ്താദിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. പദ്യമായിട്ടോ ഗദ്യമായിട്ടോ പദ്യഗദ്യ സമ്മിശ്രമായിട്ടോ മുൻ കഴിഞ്ഞ മഹാന്മാരെ അമ്പിയാക്കളെ ഔലിയാക്കളെ പുകഴ്ത്തുക. ഇത് ഖുർആനിലില്ലേ? ഇത് ഹദീസിലില്ലേ? ഇത് മുത്തുനബി ചെയ്തിട്ടില്ലേ? ഇത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല. എന്തിലേറെ പറയണോ? ഇങ്ങൾ ചെയ്യണില്ലേ? എന്താ പറഞ്ഞു മൂപ്പര്? മദ്ഹാണ്. എന്താ മദ്ഹ്? മദ്ഹാണ്. അത് നിങ്ങളും ചെല്ലുന്നില്ലേ? പദ്യമായും ഗദ്യമായും അമ്പിയാക്കന്മാരെ കുറിച്ചിട്ട് മദ്ഹ് പറയുക എന്നുള്ളത് ഖുർആനിലുള്ളതല്ലേ, ഹദീസിലുള്ളതല്ലേ എന്നാണ് ആര് പറയുന്നത്? നമ്മളെ മൊല്ലക്കുട്ടി പറയുന്നത്. ആയിക്കോട്ടെ, അത് നിങ്ങളും ചെല്ലുന്നില്ലേ എന്ന്. ഞങ്ങളും ചെല്ലുന്നുണ്ട്. അത് മൗലൂദാണോ? എന്താ മൗലൂദ്? ആരാ പഠിപ്പിച്ചത്? ഏത് നൂറ്റാണ്ടിലാണ് അത് വന്നത്? ഒന്ന് പറയണ്ടേ? എന്താണ് അതിലുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിലെ ഒരു മങ്കൂസ് മൗലൂദിലുള്ള ഒരു വരി മാത്രം ഞാൻ ഇവിടെ പറയാം. ارتكبت على الخطا غير عشر بعد لك أشكو فيه يا سيدي خير النبي. അതെ, തെറ്റിന്റെ വാഹനത്തിൽ ഞാൻ കയറിയിരിക്കുകയാണ്. എണ്ണവുമില്ലാത്ത ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങയോടല്ലാതെ എനിക്ക് ആവലാതി ബോധിപ്പിക്കാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മദ്ഹോ? അതിന്റെ പേരാണോ മദ്ഹ് മുസ്ലിയാരെ? അതിനാരാ മദ്ഹ് എന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട് എന്ന് അള്ളാഹ് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ പേര് മദ്ഹോ? എന്ത് പറ്റിപ്പോയി മുസ്ലിയാരെ നിങ്ങൾക്ക്? ആരാണ് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടത്? അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം വെളിച്ചം കാണിച്ചു തരട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.